ഇനി 246 നാമം നാരായണ. ഈ സഹസ്രനാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിശേഷ നാമമാണ് നാരായണ. കാരണം ഭഗവാനെ പറയുന്നത് നാരായണൻ എന്നാണ്. നാരായണൻ, വാസുദേവൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭഗവാന്റെ നാമങ്ങളാണ്. അപ്പോൾ ഈ നാമങ്ങൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഭാഷ്യകാരൻ ആദ്യം തന്നെ ചില ഉപനിഷത്ത് വചനങ്ങളെക്കുറിച്ച് പറയാണ്. ഉപനിഷത്ത് വചനങ്ങളെ കോട്ട് ചെയ്യാണ്. ആ ഉപനിഷത്ത് വചനങ്ങൾ ഇങ്ങനെയാണ്: നാരായണായ വിദ്മഹേ, നാരായണനെ ധ്യാനിക്കുന്നു. നാരായണ പരം ബ്രഹ്മ, നാരായണനാണ് പരമമായ ബ്രഹ്മം. ഏകോഹ വൈ നാരായണ ആസീത്, ഏകനായ ആ നാരായണൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് 3 കാലഘട്ടത്തിലും ഉള്ളത് നാരായണൻ മാത്രമാണ്. നാരായണൻ മാത്രമാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നാരായണൻ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അർത്ഥം. അഥ പുനരേവ നാരായണ, നേരത്തെ പറഞ്ഞ അതിന് ശേഷവും ഇതേ നാരായണനാണ് ഉണ്ടായിട്ടുള്ളത്. ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച നാരായണ, കണ്ണും കാണപ്പെടുന്ന വസ്തുവും നാരായണനാകുന്നു. നമ്മൾ ഓരോരുത്തരും കാണുന്ന ഇന്ദ്രിയം, കണ്ണ് എന്ന് പറയുന്ന കണ്ണിലെ ചക്ഷു എന്ന് പറയുന്ന ഇന്ദ്രിയം, ആ ഇന്ദ്രിയം എന്ന് പറയുന്നത് നാരായണനാണ്. ഈ ഇന്ദ്രിയം കൊണ്ട് നമ്മൾ കാണുന്ന വസ്തുക്കളും നാരായണൻ തന്നെയാണ്. അഥ ദിവ്യോ ദേവ ഏകോ നാരായണ, ദിവ്യനായത് ഏകനായ നാരായണനാകുന്നു. ഇപ്പം നാരായണൻ എന്നുള്ള പദത്തിനെ വ്യാഖ്യാനിച്ച് അനവധി ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ പറയാണ്. അപ്പോൾ അങ്ങനെ ഈ നാരായണൻ എന്നുള്ളത് ഈ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാമന്ത്രം ആയിട്ടുള്ള അഷ്ടാക്ഷരം. ആ അഷ്ടാക്ഷരത്തിലെ പ്രധാന ഭാഗമാണ് ഈ നാമം നാരായണ. നാരായണ എന്നുള്ളത് മന്ത്രമായിട്ടും ചൊല്ലാറുണ്ട്, നാരായണ എന്നുള്ളത് നാമമായിട്ടും പറയാറുണ്ട്. നാരായണ എന്നുള്ളത് അഷ്ടാക്ഷരത്തിൽ ചേരുമ്പോൾ അത് മന്ത്രമാവും, ഈ 4 അക്ഷരമാകുന്ന സമയത്ത് അത് നാമമാവും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നാമം നാരായണ. അപ്പോൾ ആ നാമത്തെ കുറിക്കുന്ന ഉപനിഷത്ത് വചനങ്ങൾ പറഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ നാരായണായ വിദ്മഹേ, നാരായണ പരം ബ്രഹ്മ, ഏകോഹ വൈ നാരായണ ആസീത്, അഥ പുനരേവ നാരായണ, ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച നാരായണ, അഥ ദിവ്യോ ദേവ ഏകോ നാരായണ, ഇങ്ങനെയുള്ള ഉപനിഷത്ത് വചനങ്ങൾ പറഞ്ഞതിന് ശേഷം ഭാഷ്യകാരൻ പറയണം, എന്നീ പ്രമാണങ്ങളെ കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളതും ഇതുവരെ മറ്റ് മൂർത്തിനാമങ്ങളിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും ആയ പരവസ്തുവായ ഭഗവാന്റെ അസാധാരണ നാമത്തെ പറയുന്നു. നാരായണ പരവസ്തുവായിട്ടുള്ള 3 കാലത്തും ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചം, നമ്മൾ കാണുന്ന ഈ ലോകം, നമ്മളുടെ ബോധത്തിലുള്ള ഈ ലോകം എന്തിൽ നിന്ന് ഉത്ഭവിച്ചോ, എന്തിൽ ഇല്ലാതാകുന്നുവോ, ആ പരമമായിട്ടുള്ള ബോധസ്വരൂപനെ കുറിക്കുന്ന നാരായണൻ, ആ പരമമായിട്ടുള്ള ബോധത്തെ പറയുന്ന സാധാരണമായിട്ടുള്ള നാമമാണ് നാരായണ. ശ്രുതി നിരുക്ത പ്രകാരം ഇങ്ങനെ പറയുന്നു. ശ്രുതിയും നിരുക്തവും ഇപ്രകാരം പറയുന്നു. ഇത് നാരായണ സൂക്തത്തിൽ പറയുന്നതാണ്. യച്ച കിഞ്ച ജഗത്യസ്മിൻ ദൃശ്യതേ ശ്രൂയതേപിവ അന്തർബഹിശ്ച തൽസർവം വ്യാപ്യ നാരായണ സ്ഥിത. ഈ കാണുന്ന, നമ്മൾ ഓരോരുത്തരും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനെല്ലാം അകത്തും പുറത്തും നാരായണൻ സ്ഥിതി ചെയ്യുന്നു. കാരണം നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ദിവ്യമായിട്ടുള്ള നാരായണൻ തന്നെയാണ് എന്ന് പറയണം. ശ്രൗതനിരുക്തം ഇപ്രകാരം പറഞ്ഞു. അപ്പം ഇത്രയും ആണ് നാരായണൻ എന്നുള്ള നാമത്തെക്കുറിച്ച് പറയുന്നത്. തുടർന്ന് പറയാണ്, ഇനിയുള്ളവ 6 കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കാത്തതായതിനാൽ വിസ്തരിക്കുന്നില്ല. ഇപ്പം ഭാഷ്യകാരൻ ഇതിനു മുമ്പ് പല നാമങ്ങളും വിസ്തരിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് പ്രകാരം ഇതുവരെ മറ്റു മൂർത്തിനാമങ്ങളിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള പരവസ്തുവായിട്ടുള്ള ഭഗവാന്റെ സാധാരണ നാമമാണ് നാരായണൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി ഭഗവാനെക്കുറിച്ച്, നാരായണൻ എന്ന് പറയുന്ന ആ മൂർത്തിയെക്കുറിച്ച് പറയുന്നില്ല. എന്താ കാരണം? 6 കണ്ണുകളെ കണ്ട് കാണാൻ സാധിക്കാത്തതാണത്. നമ്മളിനി ഇതുവരെ കേട്ടു, ഇനി എന്തൊക്കെ ശ്രുതിവചനങ്ങൾ നിരത്തിയാലും എന്തൊക്കെ സിദ്ധാന്തങ്ങൾ നിരത്തിയാലും അത് 6 കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കില്ല. 6 കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും. അതുകൊണ്ട് അറിയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇപ്പോൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു, കാണുന്ന ലോകം പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമേയുള്ള ഒരു പ്രപഞ്ചത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളുടെ പഞ്ചേന്ദ്രിയത്തിനകത്തുള്ള പഞ്ചേന്ദ്രിയത്തിൻ്റെയും മനസ്സിൻ്റെയും ആ പെർസെപ്ഷൻ്റെ അകത്തുള്ള ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിനപ്പുറം നമ്മൾ എന്തൊക്കെ വ്യാഖ്യാനിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും അത് നമുക്ക് മനസ്സിലാവില്ല. അത്രയും ബൃഹത്താണ് ആ പരമായിട്ടുള്ള നാരായണമൂർത്തി. അപ്പം അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഇനി വിസ്തരിക്കുന്നില്ല എന്ന് ഭാഷ്യകാരൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ അസാധാരണ നാമത്തെ പറയുന്ന 246-ാമത്തെ നാമമാണ് നാരായണ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 247-ാമത്തെ നാമം പറയുകയാണ്. ഈ പരമായിട്ടുള്ള നാരായണൻ എങ്ങനെയുള്ള ആളാണ്? നരഹ. ഈ രൂപം തന്നെ ഗൂഢാർത്ഥത്തിൽ പറയുന്നു നരഹ എന്ന നാമം കൊണ്ട്. അതായത് ഈ പറയുന്ന പരമമായിട്ടുള്ള നാരായണ സ്വരൂപത്തിനെ തന്നെ ഗൂഢം ആയിട്ടുള്ള അർത്ഥത്തിൽ പറയണം. നാരായണൻ, നരൻ, ഇങ്ങനെ നരനാരായണ സ്വരൂപികൾ. നരൻ എന്ന് പറയുന്നത് ജീവാത്മാവ്, നാരായണൻ എന്ന് പറയുന്നത് പരമാത്മാവ്. ഈ രൂപം തന്നെ ഗൂഢാർത്ഥത്തിൽ പറയുന്നു നരഹ എന്ന നാമം കൊണ്ട്. നശിക്കാത്തതായ ചിത്ത്, അചിത്ത് എന്നീ വിഭൂതികളോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ. ചിത്ത്, അചിത്ത് ഇത് നശിക്കാത്തതാണ്. ഇത് നശ്വരം അല്ല, അനശ്വരമാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ, നമ്മൾ ഓരോരുത്തരും. അചിത്ത് എന്ന് പറഞ്ഞാൽ ഈ ജീവൻ അനുഭവിക്കുന്ന ലോകം, നമ്മൾ ഓരോരുത്തരും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും അനുഭവിക്കുന്ന ലോകം. ഇതെങ്ങനെയുള്ളതാണ്? നശിക്കാത്തതാണ്. ഇതെല്ലാ കാലത്തും ഉള്ളതാണ്. ഇതൊരിക്കലും നശിക്കാത്തതാണ്. ചിത്തും അചിത്തും എന്നുള്ള അത് ഒരിക്കലും നശിക്കാത്തതാണ്. ഈ ചിത്തിനെയും അചിത്തിനെയും നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ഈ ചിത്തും അചിത്തും എന്തിലാണോ നിലനിൽക്കുന്നത്, അത് ഈശ്വരനാണ്. അതാണ് നരഹ എന്നുള്ള നാമം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നാരായണൻ എന്നുള്ള ആ മഹാനാമം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഗൂഢാർത്ഥത്തെ വെളിപ്പെടുത്തുകയാണ് നരഹ എന്നുള്ള നാമം കൊണ്ട്. നാരായണൻ തന്നെയാണ് നരനുമായിട്ടുള്ളത് എന്ന് പറയാം. അങ്ങനെ 247-ാമത്തെ നാമം നരഹ. ഇനി 27-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ സിദ്ധിദ സിദ്ധിസാധന. ഇതിലെ നാമങ്ങൾ അസംഖ്യേയ, അപ്രമേയാത്മാ, വിശിഷ്ട, ശിഷ്ടകൃത്, ശുചി, സിദ്ധാർത്ഥ, സിദ്ധസങ്കൽപ, സിദ്ധിദ, സിദ്ധിസാധന. ഇങ്ങനെ 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിലെ ആദ്യത്തെ നാമം അസംഖ്യേയ. അപ്പം നാരായണൻ, നരൻ എന്നീ നാമങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെ പറയണം അസംഖ്യേയ. നരൻ്റെ കാര്യം, നാരായണൻ്റെ കുറിച്ച് പറഞ്ഞു. ആ നാരായണനെ ഗൂഢാർത്ഥത്തിൽ നരൻ എന്നുള്ള നാമം കൊണ്ട് പറഞ്ഞു. നാരായണൻ തന്നെയാണ് നരൻ എന്ന് പറഞ്ഞു. ഇനി ആ നരൻ്റെ ഒരു സവിശേഷതയെക്കുറിച്ച് പറയുകയാണ്. തൽസമൂഹാശ്ച അസംഖ്യേയ. ഭാഷകാരൻ തൽസമൂഹാശ്ച അസംഖ്യേയ. ആ നരരൂപിയായിട്ടുള്ള ഭഗവാന്റെ സമൂഹങ്ങളും അസംഖ്യേയങ്ങളാകുന്നു. അതായത് നരരൂപിയായിട്ടുള്ള ഭഗവാന്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ
ഈ കാണുന്ന പ്രപഞ്ചം. അതാണ് ഭഗവാന്റെ സമൂഹം എന്ന് പറയുന്നത്. ഭഗവാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഭഗവാൻ ഈ അനേകമായിട്ട് നിലനിൽക്കുന്നതാണ്. ആ അനേകത്വത്തിനെയാണ് സമൂഹം എന്ന് പറയുന്നത്. അത് അസംഖ്യമാണ്, അത് സംഖ്യയില്ലാത്തതാണ്, അത് അനന്തമാണ്, വലുതാണ്, ബൃഹത്താണ്, നീണ്ട് പരന്ന് കിടക്കുന്നതാണ്. സമുദ്രങ്ങളായിട്ട്, മലകളായിട്ട്, മരങ്ങളായിട്ട്, മറ്റ് ജീവന്മാരായിട്ട്, മനുഷ്യരായിട്ട്, ഇനി നമ്മളുടെ നഗ്നനേത്രങ്ങളെ കൊണ്ടും മറ്റ് ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിലാകാത്ത രീതിയിൽ സൂക്ഷ്മ രൂപങ്ങളായിട്ട് അസംഖ്യമായിട്ട് ഭഗവാന്റെ സമൂഹം നിലനിൽക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ 248 നാമം അസംഖ്യേയ, നരരൂപിയായിട്ടുള്ള ഭഗവാൻ അസംഖ്യങ്ങളായിട്ടുള്ള സമൂഹത്തോടു കൂടിയവനുമാണ് എന്നുള്ള അർത്ഥത്തിൽ 248 നാമം അസംഖ്യേയ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 249 നാമം പറയുന്നു അപ്രമേയാത്മാ. അങ്ങനെയുള്ള, ഭാഷകാരൻ പറയണം, അങ്ങനെയുള്ള അസംഖ്യങ്ങളായുള്ളവയും അളക്കാൻ സാധിക്കാത്തവയും അനവധി ആയവയും ആയിട്ടുള്ളവയ്ക്ക് അകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഭഗവാന് അപ്രമേയാത്മാ എന്ന് നാമം. ഈ കാണുന്ന അസംഖ്യങ്ങളായിട്ടുള്ള ജീവസമൂഹങ്ങളുടെ അകത്തും പുറത്തും ഭഗവാൻ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന് അപ്രമേയാത്മാ, അളക്കാൻ സാധിക്കാത്തവൻ. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭഗവാനെ അളക്കാൻ സാധിക്കില്ല. ഇത്രയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അപ്പുറത്തേക്ക് ഭഗവാൻ കവിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന് 249 നാമം അപ്രമേയാത്മാ. ഭഗവാന്റെ സമൂഹത്തിൻ്റെ ആ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞു. ആ വലിപ്പം ആയിട്ടുള്ള സമൂഹത്തിൽ അകത്തും പുറത്തും നിലനിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അപ്രമേയാത്മാ. ഇനി 250 നാമം വിശിഷ്ട. ഭാഷകാരൻ പറയാണ്, ഭഗവാൻ സ്വതവേ തന്നെ നേരത്തെ പറഞ്ഞ അസംഖ്യങ്ങളായ സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തനായി അവരുടെ ആശ്രയം കൂടാതെ തന്നെ നിലനിൽക്കുന്നതിനാൽ വിശിഷ്ട എന്ന് നാമം. ഭഗവാൻ ഉയർന്ന് താൻ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഭഗവാൻ സ്വതവേ തന്നെ നേരത്തെ പറഞ്ഞ അസംഖ്യങ്ങളായ സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോഴും ഭഗവാൻ അവരിൽ നിന്നും വ്യത്യസ്തനായി അവരുടെ ആശ്രയം കൂടാതെ തന്നെ ഭഗവാന്റെ നിലനിൽപ്പിന് ഈ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും വ്യാപിച്ചിട്ടുള്ളതായിട്ടുള്ള, ഭഗവാൻ തന്നെ അകത്തും പുറത്തും നിലനിൽക്കുന്നതായിട്ടുള്ള ഈ സമൂഹങ്ങളുടെ ആശ്രയം ആവശ്യമില്ല. അപ്പോൾ ഈ കാണുന്ന ഭഗവാന്റെ സമൂഹം എന്ന് പറയുന്നത് ഭഗവാനിൽ നിലനിൽക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ആ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ ഭഗവാന് തൻ്റെ നിലനിൽപ്പിന് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് വിശിഷ്ട എന്ന നാമം. ഇതേ ആശയം ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, മയാ തദപിതം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിത. അവ്യക്തമൂർത്തിയായിരിക്കുന്ന എന്നാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്നിൽ നിലനിൽക്കുന്നതാണ്. പക്ഷെ എൻ്റെ നിലനിൽപ്പിന് ഞാൻ അവയിൽ നിലനിൽക്കുന്നില്ല. അതായത് ഇവയെല്ലാം ഇല്ലാതായാലും എൻ്റെ നിലനിൽപ്പിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഇതൊന്നുകൂടെ വായിക്കാം. ഭഗവാൻ സ്വതവേ തന്നെ നേരത്തെ പറഞ്ഞ അസംഖ്യങ്ങളായ സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തനായി അവരുടെ ആശ്രയം കൂടാതെ തന്നെ നിലനിൽക്കുന്നു എന്നതിനാൽ വിശിഷ്ട, ഭഗവാൻ വിശിഷ്ടനായിട്ട് നിലനിൽക്കുകയാണ്. വിശിഷ്ട എന്ന് നാമം. ഇനി 251 നാമം
251, 252 ഈ രണ്ട് നാമങ്ങളും ഭാഷ്യകാരൻ ഒന്നിച്ചാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. രണ്ടും വെവ്വേറെ അർത്ഥങ്ങളാണ്, പക്ഷെ അതൊന്നിച്ചാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ശിഷ്ടകൃത് എന്നുള്ളതാണ് 251 നാമം. അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: തന്നോട് സംബന്ധിച്ചതായവർക്ക് തന്നോട് ചേർന്നതായ എല്ലാ മംഗളങ്ങളെയും ഭഗവാൻ ചെയ്യുന്നു എന്നതിനാൽ ശിഷ്ടകൃത് എന്ന് നാമം. സ്വസംബന്ധേന താൻ സ്വാനുഗുണ കല്യാണാൻ കുറുവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ആരാണോ സംബന്ധിക്കുന്നത് അവർക്ക് ഭഗവാന്റെ തന്നെ അനുഗുണമായിട്ടുള്ള എല്ലാ മംഗളങ്ങളും ഭഗവാൻ ചെയ്യുന്നു. ആരാണോ തൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയത്വത്തെ തിരിച്ചറിയുന്നത് അയാൾ ഈശ്വരൻ്റെ പോലെ തന്നെയുള്ള എല്ലാ മംഗളങ്ങളോടും കൂടിയവനാകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഭഗവാൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ശിഷ്ടകൃത് എന്ന് നാമം. ഇനി ശുചിഹി എന്നുള്ളതാണ് 252 നാമം. അതിൻ്റെ ഭാഷ്യം ഇങ്ങനെയാണ്: വേറൊരു വസ്തുവിൻ്റെ സഹായം കൂടാതെ തന്നെ തന്നിൽ സ്വാഭാവികമായി പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ശുചിഹി. ശുചി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ആ പ്രകാശം എന്ന് പറയുന്നത് വേറൊരു വസ്തുവിൻ്റെ സഹായം കൂടാതെ തന്നെ നിലനിൽക്കുന്നതാണ്. ആ ഭഗവാന്റെ പ്രകാശം, ഭഗവാന് പ്രകാശിക്കാൻ വേറെ ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല. ഒരു വസ്തു നമുക്ക് കാണണം എന്നുണ്ട് എങ്കിൽ അത് വെളിച്ചം ആ കാണുന്നതിന് വെളിച്ചം ആവശ്യമാണ്. പക്ഷേ വെളിച്ചത്തിന് തന്നെ പ്രകാശിപ്പിക്കാൻ വേറൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. വെളിച്ചം സ്വയം പ്രകാശിക്കുന്നതാണ്, പ്രകാശം സ്വയം പ്രകാശിക്കുന്നതാണ്. ഒരു ഇരുട്ടുള്ള മുറിയിൽ നമുക്ക് വസ്തുക്കൾ കാണണം എന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും വിളക്ക് കൊളുത്തണം, അല്ലെങ്കിൽ ലൈറ്റ് ഇടണം. അപ്പോൾ മറ്റുള്ള വസ്തുക്കളെ കാണും. പക്ഷെ വിളക്കിൻ്റെ ദീപത്തെയോ ലൈറ്റിനെയോ കാണാൻ വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നതുപോലെ ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ ശുചിഹി എന്ന് നാമം.